അപ്പോൾ ഹലോ, വെൽക്കം ബാക്ക്. പിന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. കുറച്ച് ലേറ്റായി, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ ശ്രീതു ബിഗ് ബോസിന് വീട്ടിൽ നിന്ന് എവിക്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ വേറെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് നമുക്ക് സംശയം ഉണർത്തുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ഇന്നലെ സംഭവിച്ചു. കാരണം ഇന്നലെ ഒരു ഉച്ചയ്ക്ക് മുമ്പോട് തന്നെ ശ്രീതു മറ്റേ ഈ വോട്ടിംഗ് ലിസ്റ്റിൽ നിന്ന് മാറി. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കൊന്നും അറിയില്ല. കാരണം ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഓൾറെഡി ആ കാര്യം അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനും പറയുന്നതേ ഉള്ളൂ. നേരത്തെ തന്നെ ശ്രീതുവിനെ വോട്ടിംഗ് ലിസ്റ്റിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. സാധാരണ നമുക്കറിയാം, ഇപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ തന്നെ ആയാലും എവിക്റ്റ് ആയതിനു ശേഷം മാത്രമേ ഇങ്ങനൊരു ആ ലിസ്റ്റിൽ നിന്നെടുത്ത് മാറ്റത്തുള്ളൂ. ഇത് എപ്പിസോഡ് വരുന്നതിനും അതും ഉച്ചയായപ്പോൾ തന്നെ വോട്ടിംഗ് ലിസ്റ്റിൽ നിന്ന് ശ്രീതു മാറുകയുണ്ടായി. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ലൈവിലായാലും അല്ലെങ്കിൽ ഇന്നലത്തെ എപ്പിസോഡിലായാലും എല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പർട്ടിക്കുലറായിട്ട് ഒരു കണ്ടസ്റ്റൻറ്റിൽ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പർട്ടിക്കുലറായിട്ട് ഒരു കണ്ടസ്റ്റൻറ്റിൽ മാത്രം സ്ക്രീൻ സ്പേസ് ഒതുങ്ങി നിൽക്കുന്നുണ്ട്. ചില ആൾക്കാരെ ഒന്നും കാണാൻ പോലും ഇല്ല. ഇപ്പം ഞാൻ ജിൻഡോയുടെ പേര് മാത്രമല്ല പറയുന്നത്. ഇപ്പോൾ ഞാൻ ലിബറലായിട്ട് പറയുകയാണ്. ഇപ്പോൾ ഋഷിയെയും അർജുനെയൊന്നും കാണാനേ ഇല്ല. അർജുനെയൊന്നും കാണിക്കുന്ന പോലും ഇല്ല. ഒരു ടോപ്പ് 5 കണ്ടസ്റ്റൻ്റ് ആണോ എന്ന് പോലും നമുക്കിപ്പോൾ സംശയമാണ് അർജുനെ കാണുമ്പോൾ. കാരണം അർജുനൊന്നും സ്ക്രീൻ കാണിക്കുന്നതേ ഇല്ല, ഋഷിയെ കാണിക്കുന്നില്ല. ഋഷിയൊക്കെ ഇന്നിപ്പോൾ അൻസിബ വന്നപ്പോഴാണ് കുറച്ച് ഒന്ന് സ്ക്രീൻ ടൈം കൊടുത്തേക്കുന്നത്. പിന്നെ ഇന്നലെ എപ്പിസോഡിൽ നോക്കിയാലും തന്നെ ഇന്നലെ ഫുള്ള് അർജുനും ശ്രീധുവിനും തന്നെ ഇട്ട് ഫുള്ള് കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ലൈവിലായിക്കോട്ടെ അല്ലെങ്കിൽ എപ്പിസോഡിലായിക്കോട്ടെ ഫുള്ള് അർജുനും ശ്രീധു. ഇന്നലെ തന്നെ ശ്രീധുവിനെ എവിക്റ്റ് ആയിട്ട് അർജുന എത്ര ആംഗിളിൽ നിന്ന് കാണിക്കുന്നത്. അർജുൻ അവിടെ നിന്ന് കരയുന്ന കാണിക്കുന്നു, ഇവിടെ നിന്ന് കരയുന്ന കാണിക്കുന്നു, ബാത്റൂമിൽ പോയ കരയുന്ന കാണിക്കുന്നു, പിന്നെ ബാത്റൂമിൻ്റെ ഡോറ് ഫോക്കസ് ചെയ്ത് കരയുന്ന കാണിക്കുന്നു. എന്തോ ഒരു സ്ക്രീൻ സ്പേസാണ് കൊടുക്കുന്നത്. അത് അർജുൻ സ്ക്രീൻ ഇല്ലെങ്കിൽ പോലും അർജുൻ ബാത്റൂമിനകത്ത് ഇരുന്ന് കരയുക. അപ്പോൾ ബാത്റൂമിൻ്റെ ഡോറ് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഇതിലേക്കാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. നമുക്ക് ചുമ്മാ ചിന്തിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ എന്തായാലും നമുക്ക് റിസൾട്ട് വരുന്നിടം വരെ ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ആകെ അവരൊന്ന് ഇച്ചിരി ബയാസ്ഡ് ആയിട്ട് കാണിച്ചതെന്ന് വെച്ചാൽ ഇന്നലെ പ്ലസ് എപ്പിസോഡിൽ അവസാനം ജിൻഡോ ഒരു കാര്യം പറയുന്നുണ്ട്, ഇങ്ങനെ ശ്രീധുവിൻ്റെ എവിക്ഷനെ പറ്റി. ഇന്നലെ കുറേ കാര്യങ്ങൾ പറയുന്നു ജിൻഡോ. ഇതിനകത്ത് ഇന്നലെ തന്നെ സിജോയുടെ കാര്യം പറയുന്നുണ്ട്, അപ്സരയുടെ കാര്യം പറയുന്നുണ്ട്, ഒരുപാട് വേറെ ഗെയിം അനലൈസ് ചെയ്ത് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അത് നമ്മൾ പുറത്ത് ഓഡിയൻസിൻ്റെ അതേ പൾസ് അറിഞ്ഞിട്ടാണ് പുള്ളി നിൽക്കുന്നത്. പുള്ളി അതനുസരിച്ച് തന്നെയാണ് പുള്ളി സംസാരിക്കുന്നത്. പുള്ളിക്ക് ആ ഒരു എന്താ പറയുക, ഒരു കാൽക്കുലേഷൻ ഉണ്ട്. പുള്ളി ഇപ്പോൾ മണ്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും കളിയാക്കിയെങ്കിലും പുള്ളി സത്യം പറഞ്ഞ ഒരു ബുദ്ധിമാൻ തന്നെ. കാരണം ഇപ്പോൾ സിജോയുടെ ഗെയിം കറക്റ്റായിട്ട് പുള്ളി പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ സിജോയുടെ ഗെയിം പോയത് ഈ ഒരു ഗ്രൂപ്പിൽ പെട്ടുപോയല്ലേ, സായി, നന്ദന, അഭിഷേക് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ പെട്ടപ്പോഴാണ് സിജോയുടെ ഗെയിം പോയത്. അതുകൊണ്ടാണ് സിജോ പുറത്തായെന്ന് ജിൻഡോ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അപ്സര കാര്യം പറയുന്നുണ്ട്, ഓരോരുത്തരുടെ കാര്യം പറയുന്നുണ്ട്. പിന്നെ ഇന്നലെ ഋഷിയായിട്ട് ഉള്ളൊരു ഫുട്ടേജാണ് ഇന്നലെ പുറത്ത് വന്നത്. ഇന്നലെ പ്ലസ് എപ്പിസോഡിൽ അവസാനം ഋഷിയായിട്ടുള്ളൊരു ഒരു കൺവെർസേഷനാണ് വന്നത്. ഒരു ശ്രീധുവിൻ്റെ എവിക്ഷനെ പറ്റി സംസാരിക്കണം. അപ്പോൾ ജിൻഡോ പറയുണ്ടായി അത് എനിക്ക് ഗുണം ചെയ്യും. കാരണം കഴിഞ്ഞ സീസണിൽ ഇതേപോലെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നാണെന്നുള്ള രീതിയിൽ. അതുകൊണ്ട് പ്രേക്ഷകർ എന്നുവെച്ചാൽ ഇതാണ് ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പ്രേക്ഷകർ വിന്നറാക്കത്തോളൂ എന്നുള്ളൊരു ഒരു 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 ബിലീഫാണ് ജിൻഡോയ്ക്ക് ഉള്ളത്. കാരണം ജിൻഡോ ബാക്കിയുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജിൻഡോ എന്ന് വെച്ചാൽ ഈ ടോപ്പ് 5 ആണ് ജിൻഡോ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജിൻഡോ ഡിസേർവിംഗ് ആണ് ജിൻഡോയ്ക്ക് ഒരു ഫീൽ ഉണ്ട്. അതുകൊണ്ട് പ്രേക്ഷകർ അതിന് കൂട്ടം നിൽക്കത്തില്ല. പ്രേക്ഷകർ ജിൻഡോ വിന്നറാക്കും, കപ്പടിപ്പിക്കും എന്ന് തന്നെയാണ് ജിൻഡോ വിശ്വസിച്ചിരിക്കുന്നത്. അത് പ്രേക്ഷകർ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഒരു ഇതാണ്. കാരണം ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർ ജയിക്കട്ടെ എന്നുള്ള രീതിയിൽ വന്നേക്കുവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. മറ്റന്നാൾ എന്തായാലും അറിയാൻ പറ്റും റിസൾട്ട് എന്തുവാന്നുള്ളത്. ഇപ്പം നിലവിൽ അർജുനാണ് ലീഡിൽ നിൽക്കുന്നത്. ഇപ്പോൾ അത് ഞാൻ വോട്ടുകളാണെന്നാണ് എല്ലായിടത്തും പറയുന്നത്. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചും വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് പറയുന്നത്. കാരണം ഒരിക്കലും ഒരു കാരണവശാലും അർജുൻ ഇത്ര വോട്ടിട്ട് നമുക്കറിയാം. കാരണം ഇങ്ങനെ ഒരാൾ, കാരണം പുള്ളി എന്താണ് ചെയ്തത്, കോൺട്രിബ്യൂഷൻ എന്താണ്, അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ജാസ്മിനോ ജിൻഡോ. കാരണം അവരാണ് ഈ ജാസ്മിൻ, ജിൻഡോ, ഗബ്രി പക്ഷേ ഡേ 60 ആയപ്പോഴേ പോയി. പിന്നെ ഉള്ളത് ജാസ്മിനും ജിൻഡോ ആണ്. ഇവർ 3 പേരുമായിരുന്നു ഈ സീസൺ. പിന്നെ ബാക്കി അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ച് ആൾക്കാർ വന്നു പോയെന്നല്ലാതെ ഈ സീസൺ മെയിനായിട്ട് പോയത് ഈ 3 പേരിലൂടെയാണ്. ഗബ്രി, ജാസ്മിൻ, ജിൻഡോ. പിന്നെ നോറ കുറച്ചൊക്കെ ഉണ്ട്. പക്ഷെ നോറ എന്നാലും വലിയൊരു ഇതില്ല. എന്നാലും നോറ ഒരു സൈഡ് കൂടെ ഉണ്ട്. പിന്നെ ബാക്കി ആൾക്കാരൊക്കെ ചുമ്മാ വന്നു പോയില്ല. എല്ലാ സീസണിലും കാണുമല്ലോ കുറേ ആൾക്കാർ വന്നു പോകുന്നത്. ഇപ്പോൾ തന്നെ സീസൺ 4 തന്നെ റോബിന്, റിയാസ്, ജാസ്മിൻ, മിഷ, ഇവർ തന്നെയാണ്. ബാക്കി കുറേ ആൾക്കാർ വന്നു പോയി നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. സീസൺ 5 അത് കണക്കാണ്. അഖിൽമാരാർ, ശോഭ, ജുനീസ്, സാഗർ, പിന്നെ അതിനകത്തൊക്കെ വന്നു പോയി നിൽക്കുന്ന കുറേ ടീംസുണ്ട്. ഇൻഫാക്ട് ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ തന്നെ 2ാമതായ റനീഷ അവിടെ എന്ത് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടാണ് പുള്ളിക്കാരത്തി സെക്കൻഡ് ആയെന്നുള്ളത് നമുക്കിപ്പോഴും അറിഞ്ഞൂടാ. അപ്പോൾ അതേപോലെ തന്നെ ഈ സീസണിലും ഇപ്പോൾ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അൺഫെയർ ആയിട്ടുള്ള റിസൾട്ടാണ് പുറത്ത് വരുന്നതെങ്കിൽ അത് ബിഗ് ബോസ് എന്നുള്ളൊരു ഷോയ്ക്കുടെ ക്രെഡിബിലിറ്റി ഒരുപാട് ബാധിക്കും. കുറേ കാര്യങ്ങൾ പുറത്ത് വരും. അത് കുറേ കാര്യങ്ങൾ അറിയും. കുറേ അതിൻ്റെ അകത്ത് നടക്കുന്ന കുറേ കാര്യങ്ങൾ പുറത്ത് വിത്ത് പ്രൂഫ് എല്ലാം മീഡിയകളിൽ ഓടി നടക്കും. അൺഫെയർ ആയിട്ടുള്ള റിസൾട്ടാണ് വരുന്നതെങ്കിൽ. പക്ഷേ ഫെയർ ആയിട്ടാണെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അത് പിന്നെ അതിൻ്റെതായ വഴിക്ക് പോകും. എന്തായാലും നമുക്ക് നോക്കാം. ഇനി കുറച്ച് ദിവസവും കൂടെ ഉള്ളൂ. 2 ദിവസം കൂടെ ഉള്ളൂ.
എനിക്ക് തോന്നുന്നു ഞായറാഴ്ച രാവിലെ കൊണ്ടായിരിക്കും തീരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിന് മുന്നേ തന്നെ ഇപ്പോഴത്തെ ഒരു ഇവരുടെ പ്ലാനിങ് വെച്ച് അതിന് മുന്നേ തന്നെ വോട്ടിംഗ് തീർക്കും. ഇവരിപ്പോൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴും ബോട്ടുകളുടെ വോട്ട് അടിച്ച് കയറ്റി അർജുനെ ലീഡ് കയറ്റിക്കൊണ്ട് അർജുനൊക്കെ നല്ല താഴെ പോയതായിരുന്നു. ജാസ്മിനും ജിൻഡോ സത്യം പറഞ്ഞാൽ ജാസ്മിനും ജിൻഡോ ആണ് ടോപ്പ് 2 വരേണ്ടത്. വിന്നർ ആരാമെന്ന് ഞാൻ പറയുന്നത്, പക്ഷേ ജാസ്മിനും ജിൻഡോ ആണ് ടോപ്പ് 2 വരേണ്ടത്. അർജുൻ ടോപ്പ് 2 വരാൻ പോലും ഒരു യോഗ്യതയില്ല. അർജുൻ വല്ല 4 5 ഒക്കെ വന്നിട്ട് കുഴപ്പമില്ല. ഒരു ടോപ്പ് 2 ഒരിക്കലും അർജുൻ വരാൻ ഒരു യോഗ്യതയില്ല. കാരണം അവസാനം മാത്രം ആ ഒരു ഒറ്റ ടാസ്ക് മാത്രം കൊണ്ട് ഒരിക്കലും ഒരാൾക്ക് കപ്പടിക്കുന്നത് ഫെയർ അല്ല. കാരണം അങ്ങനെ ഒരാൾ ജയിച്ചാൽ ഇനിയുള്ള സീസണിലും ഓരോ ആൾക്കാർ ഇത് കണ്ടിട്ട് വരും. അപ്പോൾ അവരും വിചാരിക്കുമോ ഇങ്ങനെ നിന്നാൽ മതിയല്ലോ, നമുക്ക് ജയിക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു ചിന്ത വന്നാൽ അത് ഭയങ്കര ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകും. കാരണം ഓഡിയൻസിന് പിന്നെ ആരും ഭയങ്കര ഹെവി, അടുത്ത സീസൺ ഭയങ്കര ബോർ സീസണായി പോകും, ആരും ഗെയിം കളിക്കത്തില്ല. അപ്പോൾ അത് ബിഗ് ബോസ് എന്ന ഷോയ്ക്ക് ഭയങ്കരമായിട്ട് ബാധിക്കും. അത് ഇവർ മനസ്സിലാക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഭയങ്കര ഒരു ഇത് ജിൻഡോയ്ക്ക് അപ്പോൾ കൊടുക്കരുന്ന ഭയങ്കര ഒരു ഹേറ്റ് ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ഇതേ സമാന്തരമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അഖിൽ മാരാറിന് സപ്പോർട്ടിംഗ് ആയിട്ട് കുറേ ആൾക്കാർ അകത്തുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് പിന്നെ അത് അവസാനം അഖിലേക്ക് തന്നെ ട്രോഫി കപ്പെത്തിയത്. പക്ഷേ ഈ തവണ ജിൻഡോയ്ക്ക് അനുകൂലിക്കാൻ ആരുമില്ല. ജിൻഡോയുടെ ഭാഗത്ത് ഇപ്പോൾ ഹൗസിനകത്ത് തന്നെ നമുക്ക് കണ്ടറിയാം. ഹൗസിനകത്ത് തന്നെ ആകപ്പാടെ രതീഷ് മാത്രമാണ്, രതീഷ്, ശരണ്യ, കുറച്ച് പേരേ 2-3 പേരാണ് ജിൻഡോ ജയിക്കണം എന്നുള്ളൊരു ഫീൽ നിൽക്കുന്നത്. ബാക്കി എല്ലാവരും എന്തുവാന്ന് എനിക്ക് അറിഞ്ഞൂടാ. മേ ബി പുറത്തിറങ്ങിയപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ഈ ജാസ്മിൻ, ജിൻഡോ, ഗബ്രി ഇവർ 3 സീസൺ പോയത്. അപ്പോൾ ഇവർ 3 ഇവർ ജാസ്മിൻ ഓർ ജിൻഡോ ഇവർ 2 അല്ലാതെ വേറെ ആരും കയറി വന്നാലും ഇവർക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് ബാക്കി അർജുനെ അഭിഷേകിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുള്ള രീതിയിലാണ് ബാക്കി. അഭിഷേകിൻ്റെ പേര് ആരും പറയുന്നില്ല, എല്ലാവരും ഇപ്പോൾ അർജുനാണ് ബാക്കി നിൽക്കുന്നത്. ജിൻഡോയ്ക്ക് അപ്പോൾ അകത്ത് കപ്പടിക്കണമെന്നും പറഞ്ഞിട്ടുള്ള ഫീൽ ഇപ്പോൾ ആരുമില്ല. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് കണ്ടറിയാം എന്താണെന്ന് വെച്ചാൽ. എന്തായാലും ഫെയർ ആയിട്ട് റിസൾട്ട് പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മൾ ഈ ഷോ ലൈവായാലും കാര്യങ്ങളെല്ലാം കണ്ടുവരുന്നതാണ്. ഇപ്പം കഴിഞ്ഞ 5 സീസണിലും വലിയ കുഴപ്പമില്ല. ഈ സീസണിലാണ് ബിഗ് ബോസിൻ്റെ ക്രൂ സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വന്ന് കുറേ കാര്യങ്ങൾ എക്സ്പോസ് ആയത്. സത്യം പറഞ്ഞാൽ നമുക്ക് അറിയുമ്പോൾ വിഷമം ഓർക്കും. നമ്മൾ ഇത്രയും നാൾ പറ്റിക്കപ്പെടുമായിരുന്നു എന്നൊക്കെയുള്ളൊരു ചിന്ത നമുക്ക് വരുമല്ലോ. ഇപ്പോൾ ഏതൊരു വ്യക്തിക്ക് അവൻ പറ്റിക്കപ്പെടുക എന്ന് അറിയുമ്പോഴത്തേക്ക് ഒരു ദേഷ്യവും ഒരു സങ്കടമൊക്കെ വരുമല്ലോ. അപ്പോൾ അത് തന്നെയാണ്. കാരണം ഈ ഷോയെ നമ്മൾ കാരണം ഓഡിയൻസാണ് ഈ ഷോയുടെ ഫ്യൂവൽ. ഓഡിയൻസ് ആണ് ഈ ഷോ വളർത്തിയത്. ഓഡിയൻസ് ഇല്ലെങ്കിൽ ഷോ ഇല്ല. അപ്പോൾ എല്ലാം ഓഡിയൻസാണ് അപ്പോൾ വിന്നറിനെയും തിരഞ്ഞെടുക്കേണ്ടത്. അതാണ് ഫെയർ ആയിട്ടുള്ള റിസൾട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു കാര്യം പൊങ്ങി വരുവാണെങ്കിൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.